പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമാവുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ്. ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി NDAയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും യോഗം ചേരും. തുടർച്ചയായി 9ാം വർഷത്തെ ബഡ്ജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏപ്രിൽ 2 വരെ നീളുന്നതാണ് സമ്മേളന കാലയളവ്. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കും. ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. മാർച്ച് 9 മുതലാണ് 2ാം ഘട്ടം. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വി അനന്തനാഗേശ്വരൻ സമർപ്പിക്കും. ഞായറാഴ്ചയാണെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതി തന്നെ അവതരിപ്പിക്കും. സഭാ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി ഉറപ്പു നൽകിയ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് സംസ്ഥാനങ്ങൾ. 2027 സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ കടം GDP അനുപാതം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ ബജറ്റ്. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ഉയർന്ന പ്രതിരോധ ബജറ്റാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 8ാം ശമ്പള കമ്മീഷന്റെ വ്യവസ്ഥ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം, MSMEകൾക്കും രത്നങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും തുകലും പോലുള്ള താരിഫ് സെൻസിറ്റീവ് മേഖലകൾക്കും പ്രോത്സാഹനങ്ങൾ, ലിഥിയം, കൊബാൾട്ട്, അപൂർവ ഭൂമികാന്തങ്ങൾ തുടങ്ങിയ നിർണായക ധാതുക്കളുടെ പരിരക്ഷണത്തിനും സംസ്കരണത്തിനുമുള്ള ധനസഹായം എന്നിവയാണ് ബജറ്റിൽ ഊന്നൽ നൽകാൻ സാധ്യത. ന്യൂസ് ഡെസ്ക്, അമൃത TV.